പരിശുദ്ധാത്മാവ് അകത്ത് പ്രകാശനം നൽകിയ ദൈവിക ആലോചനയ്ക്ക് ആധാരമായിരിക്കേണ്ടതിന് എബ്രായ ലേഖനം 8-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം മുതൽ 8-ാമത്തെ വാക്യം വരെയുള്ള വാക്യം പൊതുവിൽ വായിച്ച് സഹായിച്ചാൽ. സ്ഥാപിക്കപ്പെട്ട നിയമത്തിന്റെ മധ്യസ്ഥനാകയാൽ അതിന്റെ വിശേഷതയ്ക്കൊത്തവണ്ണം വിശേഷതയേറിയ ശുശ്രൂഷയും പ്രാപിച്ചിരിക്കുന്നു. ഒന്നാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നു എങ്കിൽ രണ്ടാമത്തേതിന് ഇടം അന്വേഷിക്കുകയില്ലായിരുന്നു. എന്നാൽ അവൻ അവരെ ആക്ഷേപിച്ചുകൊണ്ട് അരുളി ചെയ്തത്, ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് കർത്താവിന്റെ അരുളപ്പാട്. ഞാൻ വായിച്ച് കേൾക്കപ്പെട്ടതായ വാക്യങ്ങൾക്ക് അകത്തുനിന്ന് ചില മിനിറ്റുകൾ മാത്രം നാം ധ്യാനിക്കാൻ പോകുന്ന വചനം, വരും ദിവസങ്ങളിലും തുടർന്ന് ചിന്തിപ്പാൻ ആഗ്രഹിക്കുകയും പ്രകാശനം ലഭിക്കുകയും ചെയ്തിരിക്കുന്ന വചനഭാഗം, വിഷയം അതിൽ നിന്ന് എടുക്കുന്നു. വിശേഷതയേറിയ പുതിയ നിയമം അഥവാ പുതിയ നിയമത്തിൻ്റെ പഞ്ചസവിശേഷതകൾ, 5 സവിശേഷതകൾ. പുതിയ നിയമത്തിൻ്റെ 5 സവിശേഷതകൾ. പുതിയ നിയമത്തിൻ്റെ സവിശേഷത എന്ത് എന്നുള്ളതിൽ ഒന്നാമത്തെ സവിശേഷത പഴയ നിയമ പ്രവചനത്തിൻ്റെ നിവർത്തിയാണ്. ഒന്നാമത്തെ സവിശേഷത ഏത്? പുതിയ നിയമം. ഒന്ന്, പഴയ നിയമ പ്രവചനത്തിൻ്റെ പ്രത്യക്ഷരമായ നിവർത്തിയാണ് പുതിയ നിയമം. 2, പുതിയ നിയമത്തിൻ്റെ സവിശേഷത രക്ത ഉടമ്പടിയാണ്, കലാൽ നിയമം. അതിന് വാക്യം ഉണ്ട്, നമ്മൾ പുറകാലെ ചിന്തിക്കുക. മൂന്നാമത്തത് യേശുക്രിസ്തുവിന്റെ മധ്യസ്ഥതയാൽ സ്ഥാപിക്കപ്പെട്ടതാണ്. അത് പുതിയ നിയമം. 4, യേശു കർത്താവിന്റെ മരണത്താൽ സ്ഥാപിതമായതാണ്. ഏത്? പുതിയ നിയമം. 5, വിശേഷതയേറിയ വാഗ്ദത്തങ്ങളുടെ മേൽ സ്ഥാപിതമായതാണ് പുതിയ നിയമം. 5 കിട്ടിയല്ലോ. 5-ലെ 1. സ്തോത്രം. ആ ചിന്തയുടെ പൂമുഖത്ത് കയറി നമുക്ക് ഒന്ന് ധ്യാനിച്ച് നിർത്താൻ പോവുകയാണ്. എല്ലാവരും ശ്രദ്ധയോടെ ആയിരുന്നാലും. 1, പഴയ നിയമ പ്രവചനത്തിൻ്റെ പ്രത്യക്ഷരമായ നിവർത്തിയാണ് പുതിയ നിയമം എന്ന വിശേഷത എന്താണ്? ഉത്തരം, 8-ാം വാക്യം മുതലുള്ള വാക്യങ്ങൾക്കകത്ത് 2 കോമായിട്ട് താഴോട്ട് ഉദ്ധരണിയാണ് എഴുതിയിട്ടുള്ളത്. ആ ഉദ്ധരണിയുടെ ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദ ഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. ഇത് ഏത് പ്രവചനത്തിന്റെ നിവർത്തിയാണ്? ഉത്തരം എടുക്കാം. യിരെമ്യാ പ്രവചനം 31-ാം അധ്യായം 31 മുതൽ വായിച്ചാട്ടെ. താഴോട്ട്. ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. മതി. ഈ വാക്യമാണ് എബ്രായ ലേഖനത്തിന്റെ എഴുത്തുകാരൻ എബ്രായ ലേഖനം 8-ൽ അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ പരാമർശിച്ചു തുടങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ തറവാട് എവിടാന്ന് മനസ്സിലായോ? യിരെമ്യാ പ്രവചനത്തിലാണ്. യിരെമ്യാവ് പ്രവചിച്ച കാലം 2 ഗോത്രമടങ്ങിയ യഹൂദ രാഷ്ട്രം ബാബിലോണ്യ പ്രവാസത്തിലേക്ക് 3 ഘട്ടങ്ങളായി കടന്നു പോകുന്നത് കണ്ണുകൊണ്ട് കണ്ട് വിലപിച്ച് കരച്ചിൽ തന്നെ ഒരു പുസ്തകം എഴുതി. അതിൻ്റെ പേരാണ് വിലാപങ്ങൾ. കരച്ചിലോടെ കരച്ചിൽ. യിരെമ്യാവിനെ തൊട്ട യിരെമ്യാവ് കരയും. എപ്പോഴും ഇങ്ങനെ കരഞ്ഞ് അത് അങ്ങനെ ഒരു
ഒരു ശൈലിയുള്ളവരുണ്ട്, ശൈലിയുള്ളവരുണ്ട്. ചുമ്മാതെ എന്ത് ചെയ്യും? പിന്നെ നമ്മൾ ചിരിച്ചോണ്ടൊരു കാര്യം പറയുന്നതിനേക്കാൾ ചിലയിടത്ത് ഗുണം കരയാൻ അറിയാമെങ്കിൽ. എന്നോട് പണ്ടൊരാൾ പറഞ്ഞു, പാസ്റ്റർക്ക് കരയാമെന്ന് അറിയാവോ? ഞാൻ പറഞ്ഞു അത്ര എനിക്കറിയില്ല, പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞു. എന്നാൽ കരച്ചിലിന് ഒത്തിരി ഗുണമുണ്ട്. എന്നാൽ ഇരമ്യാവിൻ്റെ കരച്ചിൽ കള്ളക്കണ്ണീരല്ല, ചുമ്മാ കരച്ചിലല്ല, കാര്യകാരണ സഹിതമുള്ള കരച്ചിലാണ്. ചിരിക്കാൻ പറ്റില്ല, അതുപോലെ ഉള്ള സാഹചര്യമാണ്. ബാബിലോണിലേക്ക് പോകുന്ന കൂട്ടത്തില് വിലങ്ങ് വെച്ചോണ്ടൊക്കെ പോകുക. അന്നേരം അവിടുത്തെ അന്നത്തെ ചെറുപ്പക്കാര്, ഓൾഡ് ജൻസി, നമുക്ക് അങ്ങനെ പറയാം. ജൻസി എന്നുള്ള വാക്ക് 1997-നും 2012-നും ഇടയ്ക്ക് ജനിച്ച യുവജനങ്ങളെ വിശേഷിപ്പിച്ചൊരു പേരാണ്. എന്നാൽ അവര് ഒരു പഴഞ്ചൊല്ല് പറയുന്നുണ്ടായിരുന്നു, ഒരു കാര്യം. അത് കിടക്കുന്ന 29-ാം വാക്യത്തില. ഒന്ന് വായിക്കാവോ? ഇരമ്യാ പ്രവചനത്തിലെ വായിച്ച വാക്യത്തിന് മുകളിലെ വാക്യം. പച്ചമുന്തിരിങ്ങ തിന്നു, അപ്പന്മാരെല്ലാം കൂടെ പച്ചമുന്തിരിങ്ങ തിന്ന് മക്കളുടെ പല്ല് പുളിച്ചു എന്ന് അവർ അന്നാളിൽ ഇനി പറയുകയും. മക്കളുടെ പല്ല് എന്ത് ചെയ്തു? പുളിച്ചു. ഈ വാക്യം വായിച്ചത് പുതിയ നിയമത്തിലെ ഒരു കരുത്തുള്ള ഉപദേശത്തിന് ആമൻ വാക്യസഹിതം ഹൃദയങ്ങൾക്കുള്ളിൽ തറക്കല്ലിടാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ഈ പിള്ളേരെല്ലാം കൂടെ പറയാ, കൈ വിലങ്ങ് വന്ന്, ഇത് ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടല്ല, ഞങ്ങളുടെ അപ്പന്മാരെ അവര് ആമൻ ദൈവത്തിന്റെ ആലോചന ലംഘിച്ചു, അവര് കുരുത്തക്കേട് കാണിച്ചു, അവര് പ്രമാണം വിട്ടു, അതിന്റെ കൂലി ഞങ്ങളുടെ കയ്യിലാ വന്നത്. ഇവർക്ക് ഈ നമ്മുടെ പിള്ളേരുടെ ഭാഷയെ പറഞ്ഞ ഈ ഡയലോഗ് അങ്ങനെ പറയാം. അത് എന്ത് ഡയലോഗാന്നുള്ളതിന് തെളിവ് പറയാം. ഇതിനെ നമ്മൾ തട്ടിക്കളയാൻ പോവാ. ഇത് എവിടുന്ന് കിട്ടി? ചില പിള്ളേര് ചില കാര്യം പറയുമ്പോൾ അത് അവർക്ക് കിട്ടിയത് അമ്മയിൽ നിന്ന് കിട്ടിയതാ. പെൺപിള്ളേർക്ക് അമ്മ പറയുന്ന പോലെ എന്ത് ചെയ്യും? അമ്മയുടെ ഫോട്ടോസ്റ്റാറ്റ് മോള്, അപ്പൻ്റെ നമ്മൾ കേട്ടിട്ടില്ലേ? ചില ആളുകൾ പിള്ളേർ സഭയിൽ വഴക്കുണ്ടാക്കുമ്പം അവൻ്റെ അപ്പൻ വഴക്കുണ്ടാക്കിയ പോലെ എന്ത് ചെയ്യുന്നു? ഇത് അപ്പം അത് എന്താണ്? ചിലപ്പോൾ കിട്ടിയതാ. ഇത് എവിടുന്ന് കിട്ടിയതാ? എടുക്ക്. യെഹെസ്കേൽ പ്രവചനം 18-ാം അധ്യായം 2-ാം വാക്യം വായിച്ചു. അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്ന് മക്കളുടെ പല്ല് പുളിച്ചു. ഇത് നേരത്തെ വായിച്ചത് എവിടുന്നാ? ഇരമ്യാവിന്ന്. ഇപ്പോൾ ഉണ്ട് പ്രവാസത്തിന്റെ ഉള്ളിൽ. യെഹെസ്കേൽ എന്നാ പ്രവചിക്കുന്നേ. യെഹെസ്കേൽ ഒരു പുരോഹിതനായിരുന്നു. എന്നാൽ 70 കൊല്ലത്തെ ബാബിലോണിയ പ്രവാസത്തിന്റെ ഉള്ളിലേക്ക് പോയപ്പോൾ സാധാരണ ജനത്തിന്റെ ഇടയിൽ പ്രവചിച്ചവനാണ്. അപ്പോൾ യെഹെസ്കേൽ പറയുകയാണ്. വായിച്ചു. അപ്പന്മാർ പച്ചമുന്തിരിങ്ങ. അപ്പോൾ ഇത് പോയപ്പോ ഇരമ്യാവ് ഇത് പറയുന്നത് കേട്ടു. അത് ഇരമ്യാവ് എഴുതി വെച്ചു. ഇപ്പൊ 70 കൊല്ലത്തെ പ്രവാസത്തിനകത്ത് ഇരുന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇത് ഇവരിങ്ങനെ പ്രിപുറാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താ പ്രിപുറാന്ന് പറയുന്നത്? ഇങ്ങോട്ട് ശ്രദ്ധിച്ച്, അപ്പന്മാർ പച്ചമുന്തിരിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു? പല്ല് ഞങ്ങളുടെ പല്ല് പുളിച്ചു, ഞങ്ങളുടെ പല്ല് പുളിക്കുകയാണ്, വല്ലാതെ പുളിക്കുകയാണ്. ഇത് അപ്പനാണ് കാരണം. ഇങ്ങനൊരു അപ്പൻ, ഇതുപോലൊരു അപ്പൻ ഞങ്ങൾക്ക് ഉണ്ടായത് കൊണ്ട് ഇങ്ങനത്തെ അപ്പന്മാരെ കൊണ്ട് ഉണ്ടായ പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ചിലരുണ്ടല്ലോ ഇങ്ങനെ അടുക്കളയിൽ കൂടെയും വഴി കൂടെയൊക്കെ പെരയ്ക്കകത്തൂടെയൊക്കെ ഇങ്ങനെ പ്രിപുറാന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. നോക്കണേ, ആ വാക്യത്തിനകത്തുനിന്ന് ഒരു ചെറിയ ഒരു അഡ്രസ്സ് പിടിക്കാനുണ്ട്. ഒന്നും കൂടെ വായിച്ചേ. അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്നു മക്കളുടെ പല്ല് പുളിച്ചു എന്ന് നിങ്ങൾ ഇസ്രായേൽ ദേശത്ത് ഒരു പഴഞ്ചൊല്ല് പറയുന്നത് എന്ത്? ഇരമ്യാവിൽ ഇല്ലാത്ത ഒരു സാധനം ഇവിടെ കിടപ്പുണ്ട്. ഇസ്രായേൽ ദേശത്തെ പഴഞ്ചൊല്ല്. ഇതേ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് മോശയ്ക്ക് കൊടുത്ത പ്രമാണത്തിലെ വചനമല്ല. ഇതെവിടുന്ന് കിട്ടിയതെന്നറിയാവോ? ചില പെന്തക്കോസുകാരുടെ പിള്ളേർ സിനിമാ ഡയലോഗ് പറഞ്ഞുകൊണ്ട് നടക്കുന്ന പോലെ. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, ഇത് ഡയലോഗാന്നുള്ളതിന്റെ തെളിവായത്. എവിടുത്തെ? അപ്പൊ നമുക്ക് ഇസ്രായേൽ ദേശത്തേക്ക് പോകാം. എല്ലാവരും വന്നാട്ടെ. 10 ഗോത്രമടങ്ങിയ ആമേൻ യൊരോബയാമിന്റെ നേതൃത്വത്തിൽ വിഭജിക്കപ്പെട്ട
10 ഗോത്രമടങ്ങിയ ഇസ്രയേൽ രാഷ്ട്രം. അവിടെ ഏഫോദില്ല, അവിടെ ഉറീമില്ല, അവിടെ സത്യപ്രവചനമില്ല, അവിടെ ആമേൻ സ്തോത്രം കൽപ്പലകയില്ല, അവിടെ പെട്ടകമില്ല, അവിടെ സത്യാരാധനയില്ല, അവിടെ ആലയമില്ല. പിന്നെ യൊരോബയാം ആലോചിച്ച് ബുദ്ധിമൂശയിലെ ആശയത്തിനൊത്തവണ്ണം രൂപപ്പെടുത്തിയെടുത്ത ദാനിലെയും ബേഥേലിലെയും 2 വാലുള്ള കാള, കൊമ്പുള്ള കാള, തനിക്കാള, കണ്ണുരുട്ടും കാള, കാലുകൊണ്ട് തൊഴിക്കും കാള, വാലാട്ടും കാള, ഭംഗിയുള്ള കാള. 2 കാള. നോക്കണേ, ഈ 2 കാള എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ അതിനൊരു വ്യാഖ്യാനമുണ്ട്. അത് നിങ്ങൾ പറഞ്ഞു വയ്ക്കുന്നത് നല്ലതാണ്. പണ്ട് ഈ കാള വന്നത് ഇടയ്ക്ക് മരുഭൂമിയിൽ ഇവരുടെ ഉള്ളിലിരുന്ന കാള വെളിച്ചാടി. കാളയെല്ലാം കൂടെ വെളിച്ചാടിയപ്പോൾ പിന്നെ അതിന് മോശയുടെ നേതൃത്വത്തിൽ പൊടിച്ച് കാളസംഭാരം കലക്കി കുടിയടാന്ന് പറഞ്ഞു. എല്ലാത്തെയും എന്ത് ചെയ്തു? മടമടാന്ന് കുടിച്ചു. ഇപ്പൊ കാള എവിടാ? ഈ കാളയകത്തുള്ളത് എപ്പോഴേലും വെളിച്ചാടും. സ്തോത്രം ഇല്ലേ? ചിലപ്പോൾ അത് വീട്ടിലായിരിക്കും വെളിച്ചാടുന്നത്, ചിലപ്പോൾ അത് ഉച്ചയ്ക്ക് ചാടും. ഇന്ന് യോഗം കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോൾ കാള എന്ത് ചെയ്യും? ചിലയിടങ്ങളിൽ കാള ജനറൽ ബോഡിക്ക് ചാടും. പിന്നെ കാള ഉള്ളിലുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് വെളിയിൽ വരും. ഒന്ന്, അവരുടെ ഉള്ളിൽ കൊണ്ടുവന്ന കാള. 2, യൊരോബയാം മിസ്രൈമിൽ പോയി PhD എടുത്തിട്ട് വന്നു. എന്നിട്ട് ആലോചിച്ചപ്പോൾ അതിനിങ്ങനെ പറയാം, ജന്മപാപം കർമ്മപാപം എന്നൊരു വ്യാഖ്യാനം കൊടുക്കാൻ വേണമെങ്കിൽ ഇങ്ങനെ വന്ന കാള. അപ്പോൾ ഇവിടെ കാളപുരോഹിതന്മാരുണ്ടായിരുന്നു, ലേവ്യരല്ലാത്തവരെ പുരോഹിതന്മാരാക്കി. അന്നേരം അവിടെ വചനമൊന്നുമില്ലല്ലോ. അവരുടെ ഇടയിലെ പറച്ചിലാണ്, അപ്പന്മാർ പച്ചമുന്തിരിങ്ങ തിന്നു, മക്കളുടെ പല്ല്. ഒറ്റ വാക്യം കൂടെ ഇത് സ്ഥാപിക്കാൻ ഈ മുന്തിരിങ്ങ കഥ പറയണ്ട. സ്തോത്രം. ഇതിന് സഹായകമായ ഒരു വാക്യം കിടപ്പുണ്ട്, എടുത്തോ. അത് പുറപ്പാട് പുസ്തകം, ഞാനും ഒപ്പം വരാം, 20:5 വായിച്ചു. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവയായ ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ ഭയക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും, പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ. എന്നാ ഇവന്മാർക്ക് ഈ വാക്യം പറഞ്ഞാൽ പോരായിരുന്നോ? ഞാനിപ്പോ വാക്യം നമ്മളിപ്പോ കണ്ടെത്തിയില്ലേ? ഈ വാക്യം പറഞ്ഞാൽ പോരായിരുന്നു? വാക്യം അറിയണമെങ്കിൽ പുസ്തകം വായിക്കണം, തിരുവഴുത്തിൽ അധ്വാനിക്കണം. ചുമ്മാ മെനക്കേട് കേസായി നടന്നാലൊന്നും എന്ത് ചെയ്യത്തില്ല. ഇവിടെ ആരും ഇല്ലയോ? നന്നായി പുസ്തകത്തിൽ അധ്വാനിക്കണം. പുസ്തകത്തിൽ അധ്വാനിക്കുന്നവന്റെ വേദപുസ്തകം കണ്ടാൽ അറിയാം. സ്തോത്രം. ഇതൊരു പൂജാഗ്രന്ഥമല്ല. ആർ കൃഷ്ണൻകുട്ടിയുടെ വാക്ക് ഞാൻ കടമെടുത്ത് ഇവിടെ പ്രസ്താവിക്കുന്നു. ഇത് പൂജിക്കാനുള്ള പൂജാവസ്തുവല്ല. ഇതിന്റെ ആശയങ്ങൾ പ്രയോഗിക്കാനുള്ള ആയുധമാണ്. സ്തോത്രം. വചനം വായിച്ചാൽ പോരായിരുന്നോ? വചനം വായിക്കാത്ത ഇവർക്ക് ഒരു പഴഞ്ചൊല്ല്. ഈ പഴഞ്ചൊല്ല് ഇങ്ങനെ തുടരുന്നേ? പഴഞ്ചൊല്ലെന്ന് പറഞ്ഞാൽ എന്തുവാ? അതിന്റെ നിർവചനം എന്താ? പഴയ ചൊല്ല്. എന്തുവാ? അതിനകത്തൊരു പാരമ്പര്യമുണ്ട്. ഈ പഴയ ചൊല്ല് നീ വിട്ടിട്ട്, സ്തോത്രം, വചനം എന്ത് ചെയ്യുക? വല്ലതും പിടുത്തം കിട്ടുന്നോ? സ്തോത്രം. ആമേൻ. വചനം അവരുടെ അകത്ത്. ഇതെങ്ങനെ നിർത്തണം എന്നുള്ളത് തന്നെ എൻ്റെ അകത്തെ ആശയക്കുഴപ്പം. വിസ്തൃതിയുള്ള വിഷയമല്ലേ?
ഇവരെല്ലാം കൂടെ പറഞ്ഞു ഇസ്രായേൽ ദേശത്തിലെ പഴഞ്ചൊല്ല് പറഞ്ഞു. ഇസ്രായേൽ ദേശത്തിലെ പഴഞ്ചൊല്ല് എവിടുന്ന് വന്നതാണ്? അത് ഇസ്രായേലിലെ അല്ല, അത് മിസ്രൈമിന്ന് വന്നതാണ്. മിസ്രൈമിലെ ഹാമൻ ഖട്ടൂബ്, ഹാമൻ ട്രായ് തുടങ്ങിയിരിക്കുന്ന 2 ആരാധന മൂർത്തികൾ, അതിൻ്റെ അടിവേരങ്ങോട്ട് തപ്പിച്ചെല്ലുമ്പോൾ ഈ സാധനം ഈജിപ്തിലെയാണ്. സ്തോത്രം. ഇത് പിള്ളേർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇവിടുന്ന് പോയി മേഘമണ്ഡലം കഴിഞ്ഞ് നക്ഷത്രമണ്ഡലം കഴിഞ്ഞ് സ്വർഗത്തിൽ ഇരിക്കുന്നവന്റെ തിരുച്ചെവിക്കകത്തൂടെ ഇതങ്ങോട്ട് കയറിക്കഴിഞ്ഞപ്പോൾ സ്തോത്രം, ഈ പിള്ളേർ പറഞ്ഞ വിഷയത്തിനകത്തു കാര്യമുണ്ടെന്ന് ചെറിയൊരു പഴഞ്ചൊല്ല് പറഞ്ഞുകൊണ്ടല്ല, വചനവും കൂടെ ഉള്ളത് കൊണ്ട് ഒരു ഇടപെടൽ നടത്തി. ഇനി ഞാൻ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേൽ വരാത്ത ഒരു സീസൺ കൊണ്ടുവരാൻ പോവുകയാണ്. ആ സീസൺ വന്നോ? ആമേൻ. അങ്ങനെങ്കിൽ ഒരു പ്രഖ്യാപനം ഇവിടെ നിന്ന് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്താം. പാരമ്പര്യ ശാപം ക്രിസ്തു യേശുവിൽ ഉള്ളവർക്ക് ഇല്ല. എത്ര പേരത് വിശ്വസിക്കുന്നു? അഫേത്തുള്ളവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാരാധിക്കാം. സ്തോത്രം. അവൻ ഒരുത്തൻ ക്രിസ്തു യേശുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. പഴയത് കഴിഞ്ഞു പോയി. പറ, എന്റെ പഴയത് കഴിഞ്ഞു പോയി. പഴയത് കഴിഞ്ഞു പോയി. ആ വിശ്വാസമുള്ളവർ ചേർന്ന് കരങ്ങളെ തട്ടി ദൈവത്തെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. കേട്ട ദൂതിന്റെ മുമ്പിൽ ഒന്ന് ഏൽപ്പിക്കാം.